ഗേസ് വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിവിടെ നോക്കാനായിട്ട് പോകണം ഗേസ്. നമ്മൾ ബാംഗ്ലൂരിൽ ഇപ്പോൾ നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ബാംഗ്ലൂരിൽ പോകണം. കാര്യം എന്നൊക്കെ ഞാൻ അവിടെ എത്തിയിട്ട് പറയാം. നമ്മൾ കുടുംബത്തോടെ കസിൻസ് എല്ലാവരെയൊക്കെ ആയിട്ടാണ് പോകണത്. അപ്പോൾ അതാ ഇറങ്ങിയതേ ഉള്ളൂ. ആപ്പാ ഹായ് കാണിയത് വ്ളോഗാണ് ഗേസ്. മൈക്ക് കണക്ട് ചെയ്തില്ല. ഇതാണ് എൻ്റെ ഗ്രാൻഡ് പാരൻസ്. അല്ല വീഡിയോ അപ്പോൾ ട്രെയിൻ എത്തിയിട്ട് കാണാം ഗേസ്. ഇതാണ് നമ്മുടെ ട്രെയിന്. ട്രെയിനിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. സമയം 5:30 ഗേസ് ട്രെയിൻ എടുക്കണത്. ഇപ്പോൾ എത്ര 5:10 ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എത്തിയിട്ടുണ്ട്. പിന്നെ നേരെ പോയി ട്രെയിനിൽ കയറണം ഗേസ്. ഇപ്പോൾ നമ്മൾ ട്രെയിനിലെത്തിയിട്ടുണ്ട്. ഇതാണ് ഗേസ് ട്രെയിൻ. ഹായ് കാണിത് ഗേസ്. അപ്പോൾ നമ്മളൊരു ട്രെയിൻ എടുത്തിട്ടുണ്ട്. ട്രെയിൻ എടുത്തിട്ടുണ്ട്. ഇനി 8-10 മണിക്കൂർ ഇവിടെ ഇങ്ങനെ ഇരിക്കണം ഗേസ്. അപ്പോൾ നമുക്ക് ചായ വല്ലതും വരാൻ നോക്കാം. അത് ചായ കൊള്ളായിരിക്കുവാണേ. ചായ എന്തിനാണെന്ന് അറിഞ്ഞുകൂടാ. ഒരു വഴിക്ക് പോകാനാണ്. ഇപ്പുറത്ത് ദീദി ഇരിപ്പുണ്ട്. ഇതാണ് ദീദി. ഇത് ആലിയ. അവൻ മൈൻഡ് ചെയ്യണ്ട, മാറി. നമുക്ക് എന്തായാലും കുറച്ച് കാണാം. പറ്റിയിട്ടുണ്ട്. ഇപ്പം 6:30 ആയിട്ടുണ്ട്. നമ്മൾ അവിടെ സ്നാക്സ് കഴിച്ച് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ലേസ് കഴിക്കുകയാണ്. ഇപ്പം നമ്മളെന്തായാലും ഇപ്പോൾ സമയത്തായിട്ടുണ്ട് 8 മണിയാക്കി. 8 മണി ആയിട്ടുണ്ട്. നമ്മൾ ഒരു കോഫി പറഞ്ഞിട്ടുണ്ട്. 8 മണി. അവിടെ ജേണൽ എഴുതുന്നത് അതെന്തിനായിരുന്നു അപ്പം നമുക്ക് എന്തായാലും ഈ കോഫി ഒന്ന് കുടിക്കാം. നല്ല AC ഇതിൽ നല്ല അടിപൊളി ചൂട് കോഫി കുടിച്ചിട്ട് വരാം. എന്താ ഗേസ്, മൈക്ക് എടുക്കാനെങ്കിൽ തോന്നുന്നില്ല. ഓരോ ക്ലിപ്പ് എടുക്കുമ്പോഴും മൈക്ക് എടുക്കാം. അതുകൊണ്ട് നമ്മൾ മൈക്ക് ഇല്ലാതെ തന്നെ നമ്മൾ ഇതെടുക്കാൻ ചോദിച്ചു. ബാംഗ്ലൂർ എത്തിക്കഴിഞ്ഞിട്ട് അവിടുത്തെ സ്ട്രീറ്റിൽ നടക്കുമ്പോൾ നമ്മൾ മൈക്ക് ഇടുന്നതായിരിക്കും ചോദിച്ചു. ഓക്കെ, കാരണം അവിടുത്തെ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒന്നും പറ്റൂല. അതുകൊണ്ട് മൈക്ക് എടുക്കണം. ഇതൊന്നും കുടിച്ചിട്ട് വരാം. ഇനി ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ ഇനി എന്തായാലും രാത്രിത്തെ ഡിന്നർ കഴിക്കാനുള്ള സമയമാകും. അവിടെ കാണാം. ഇപ്പോൾ രാത്രിത്തെ ഡിന്നർ കഴിക്കാനുള്ള സമയമായിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും ഇതിന് കഴിക്കണം. സമയത്രായി 9 മണിയായിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും ഇതിന് കഴിച്ചിട്ട് വരാം. ചപ്പാത്തി, ചിക്കൻ കറി, ഇടിയപ്പം. അപ്പോൾ ഇത് കഴിച്ചിട്ട് വരാം ഗേസ്. ഇപ്പോൾ രാത്രി ഒരു 10:30 ആയിട്ടുണ്ട് ഗേസ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ എല്ലാവരും കിടക്കാറായിട്ടുണ്ട്. എല്ലാവരും അടുത്തത് ലൈറ്റൊക്കെ ഓഫ് ചെയ്തില്ല. പക്ഷേ ഒരു 12 മണിയാകുമ്പോൾ ലൈറ്റ് ഓഫ് ചെയ്യത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ എന്തായാലും ഒരു 11 മണിയാകുമ്പോൾ എന്തായാലും ഉറങ്ങാൻ പോവാണ്. നിങ്ങളാരും മൈൻഡ് ചെയ്യണ്ട. സ്ക്രീൻ സ്പേസ് കിട്ടാൻ വേണ്ടി ചുമ്മാ കാണിക്കുന്നതാണ്. ഓക്കെ, എന്തായാലും അപ്പം എന്തായാലും നമുക്ക് എന്തായാലും രാവിലെ ആയിട്ട് കാണാം. ഇനി ഒരു 10 മണിയാകുമ്പോൾ ബാംഗ്ലൂർ എത്തും. അതുവരേക്കും ബൈ. അപ്പം നമ്മളെന്തായാലും ഇപ്പം ബാംഗ്ലൂർ എത്തിയിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷനിൽ. അപ്പം ഇനി നേരെ ഫുഡ് കഴിക്കാനാണ് പോകുന്നത്. അത് കഴിഞ്ഞ് നമ്മളെ റൂമിലോട്ട് നമ്മൾ നേരെ പോകാൻ പോകുന്നതാണ്. അപ്പം നമ്മളെ കുടുംബക്കാരെല്ലാവരുമായിട്ട് ഇപ്പോൾ പോകുന്നുണ്ട്. വഴി വെച്ച് കുറേ പേര് വന്ന് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ് ഗൈസ്. ഇപ്പം എല്ലാം ഇവിടെ നിൽക്കുന്നുണ്ട്. ഇതാണ് ദീദി. ഹായ് കാണി. ഹായ് കാണി. ഇനി നേരെ നമ്മൾ ലിഫ്റ്റ് കയറാൻ പോകുന്നത് ഗൈസ്. മൈക്ക് കേൾക്കുന്നുണ്ടെന്ന് വിശ്വസിക്കണം. ഇപ്പം നമ്മൾ ഓക്ക് ഹെവൻ എന്ന് പറഞ്ഞ അപ്പാർട്ട്മെൻറ്റിൽ എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. എല്ലാവരും ഇവിടെ നിൽപ്പുണ്ട് റിസപ്ഷനിൽ. അപ്പോൾ ഈ ഓക്ക് ഹെവനിലൊക്കെ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് നമ്മളിന്ന് സ്റ്റേ ചെയ്യണം. അപ്പാർട്ട്മെൻറ്റാണ്. 3 റൂമാണ് കേസ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ബാക്കി 2 കാറുകൾ വരാനുണ്ട്. വെയിറ്റ് ചെയ്യാം കേസ്. റൂമിൻ്റെ കാര്യങ്ങൾ നോക്കട്ടെ. ഇനി റൂമിൽ കയറിയിട്ട് ബാക്കി കാണിക്കാം കേസ്. ഇപ്പം നമ്മളെന്തായാലും റൂമിലെത്തിയിട്ടുണ്ട് കേസ്. ഇതാണ് റൂം. അപ്പം ഞാൻ എന്തായാലും ഇവിടെ വന്നാണ് ചാൻസ് കൂടുതൽ. വന്നതേ ഉള്ളൂ. കയറി കിടന്ന് ഉറങ്ങാൻ തോന്നുന്നു. ട്രെയിനിലാണെങ്കിൽ ഒട്ടും ഉറക്കമോ കിട്ടിയില്ല. അത് ദീദി വന്നിട്ടുണ്ട്. ഇപ്പം കയറിയതേ ഉള്ളൂ ഗൈസ്. കയറി ഉടനെ വ്ളോഗ് എടുത്ത്. ഇതാലിയ, അശ്രയ. നമുക്ക് എല്ലാ റൂം പോയി ഒന്ന് നോക്കി റൂം ടൂർ എടുത്തിട്ട് ഇത് കൊള്ളാം ഗൈസ്. ഇതൊരു റൂം. ഇതാണ് ഗൈസ് ഞാൻ വ്ളോഗ് എടുക്കുന്ന ഞാൻ. പിന്നെ ഇവിടെ കാണിക്കാനായിട്ടുള്ളത് ഗൈസ്
ഇതൊക്കെയാണ് റൂം. അപ്പം ഇനി കുറഞ്ഞ് ഇത്തിരി റെസ്റ്റ് എടുത്തിട്ട് ഓക്കെ ഗെയ്സ്. അപ്പം നമ്മൾ എന്തായാലും ഇന്ന് വൈകിട്ട് ഇപ്പം എന്തായാലും ഇവിടെ എത്തിയതേ ഉള്ളൂ. കുറച്ച് കിടന്നിട്ട് റെസ്റ്റ് എടുക്കണം, ഫുഡ് കഴിക്കണം. അപ്പോൾ എന്തായാലും ഇന്നത്തെ ബ്ലോഗ് ഇത്ര ഉള്ളൂ. പാർട്ട് 1 ആണ്. അപ്പോൾ എന്തായാലും ഇന്ന് വൈകിട്ട് കറങ്ങാൻ പാർട്ട് 2 ആയിട്ട് ഇടുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ഇത്രയൊക്കെ അടുത്ത വീഡിയോ കാണാം. ബൈ.